കഴിഞ്ഞ 166-ാമത്തെ എപ്പിസോഡിൽ സെയിൻറ്റ് ലിയോ 9 മാർപ്പാപ്പയുടെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് 167-ാമത്തെ എപ്പിസോഡിൽ അതേ മാർപ്പാപ്പ സെയിൻറ്റ് ലിയോ 9 മാർപ്പാപ്പയുടെ കാലഘട്ടവും അന്നുണ്ടായ വലിയ സഭയിലെ പിളർപ്പിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. 1948 അധികാരത്തിൽ വന്ന അദ്ദേഹം 1953 നോർമൻസിനെതിരെ യുദ്ധം നയിക്കുകയും നോർമൻസ് അദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും, എന്നാൽ മാർപ്പാപ്പ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയോട് ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, ഞങ്ങൾ വിധേയത്വം പ്രഖ്യാപിക്കുന്നു എന്ന് നോർമൻസ് അദ്ദേഹത്തോട് വിധേയത്വം പ്രഖ്യാപിച്ചു. ഇത് ജർമ്മൻകാരെയും ഇറ്റലിക്കാരെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ ഈ യോജിപ്പ് കാരണം തെക്കൻ ഇറ്റലി പിടിച്ചിരുന്ന നോർമൻകാരും വടക്കൻ ഇറ്റലി കൈവശമുള്ള ജർമ്മൻകാരും ഒരു സമാധാനത്തിലേക്ക് നീങ്ങി തൽക്കാലത്തേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പുരോഹിതന്മാരുടെ ഇടയിലുള്ള നിരവധി അഴിമതികളെ നിരോധിച്ചുകൊണ്ട് ശക്തമായി നടപടിയെടുത്തു. ഇത് പുരോഹിതന്മാരിൽ വലിയ പ്രശ്നമുണ്ടാക്കി. അവർ ഒരു ചെറിയ റിവോൾട്ടിൻ്റെ പരുവത്തിലേക്ക് എത്തി. പക്ഷേ മാർപ്പാപ്പ വിട്ടുകൊടുത്തില്ല. മാർപ്പാപ്പ പണ്ടൊരു കുതിരപ്പട്ടാളത്തിൻ്റെ ഒരു ക്യാപ്റ്റനല്ലായിരുന്നു. ആ ഒരു സമരവീര് അദ്ദേഹത്തിന് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഈ സമയമായപ്പോൾ മാർപ്പാപ്പ എന്ത് ചെയ്തു? മാർപ്പാപ്പ പറഞ്ഞു, ഈ വത്തിക്കാനിൽ മാത്രം മാർപ്പാപ്പ ഇരുന്ന് ഭരിച്ചാൽ സഭയെ ഭരിക്കാൻ പറ്റിയല്ല. വിശാലമായി ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് സഭ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളടുത്ത് മാർപ്പാപ്പ നേരിട്ട് വരണം, വന്നിട്ട് കാര്യങ്ങൾ പഠിക്കണം. അതുവരെ മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരുന്നത് പേപ്പൽ ലെഗേറ്റ്സിനെ അയക്കും. അവരാണ് ഈ രാജ്യങ്ങളെല്ലാം പോയി വിസിറ്റ് ചെയ്തിട്ട് മാർപ്പാപ്പയുടെ അടുത്ത് വരുന്നത്. എന്നിട്ട് മാർപ്പാപ്പ ഉത്തരവിട്ടിട്ട് ആ ഉത്തരവും കൊണ്ട് ലെഗേറ്റ്സ് മടങ്ങിപ്പോകും. മാർപ്പാപ്പ എന്ത് ചെയ്തു? ഈ ടൂറിങ് പോപ്സിൻ്റെ വലിയൊരു മാതൃകയായി മാറി. അതിൻ്റെ വലിയ അവസാനത്തെ ഉദാഹരണമാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ചരിത്രത്തിലെ മാർപ്പാപ്പയാണ് ജോൺ പോൾ 2. ഈ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പ അദ്ദേഹം ആദ്യം ജർമ്മനിക്ക് പോയി. ജർമ്മനി മുഴുവൻ അദ്ദേഹം നടന്ന് കാണുകയും സഭയുടെ താഴത്തെ ലെവലിൽ എന്താണ് പ്രശ്നം എന്ന് അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം നേരെ ഗോളിൽ പോയി. ഗോളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രാൻസ്. ജൂലിയസ് സീസറിൻ്റെ ഗോളിക് വാഴ്സിൻ്റെ ഹിസ്റ്ററി ഓഫ് ദി ഗോളിക് വാഴ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ ഗോൾ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് മുഴുവൻ പോയി കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ സ്പെയിനിൽ വന്നു. സ്പെയിൻ കത്തോലിക്കാ സഭയുടെ ഭയങ്കര ഒരു ശക്തി കേന്ദ്രമാണ്. വടക്കൻ സ്പെയിൻ, തെക്കൻ സ്പെയിൻ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ സ്പെയിനിൽ സാധാരണ മാർപ്പാപ്പ ധൈര്യപ്പെട്ട് പോകാത്തൊരു സ്ഥലമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ ആക്രമണം അഥവാ ഉണ്ടായാലും ഭയപ്പെടാതെ അദ്ദേഹം ഉത്തര സ്പെയിനിലെ പ്രസിദ്ധമായ കത്തോലിക്കാ സഭയുടെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. അവിടുന്ന് അദ്ദേഹം ബ്രിട്ടനിൽ വന്നു. സാധാരണ മാർപ്പാപ്പമാരെ കടൽ കടന്നെങ്ങ് യാത്ര ചെയ്യില്ല. മാർപ്പാപ്പമാരെല്ലാം ഇറ്റലി കൂടി വന്നാൽ ജർമ്മനി, ഫ്രാൻസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരിക. ഈ മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പ അങ്ങനെ കടൽ കടക്കാൻ പാടില്ല എന്നൊന്നും ശരിയല്ല, ഞാൻ ബ്രിട്ടനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ ബ്രിട്ടനി വന്നു. കടൽ കടന്ന് ബ്രിട്ടനി വന്നു. അവിടുത്തെ വിശ്വാസികളുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് പിന്നെ ഒരു വലിയ പരിപാടിയാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഐലൻഡിൽ നിന്ന് വീണ്ടും കടൽ കടന്ന് അയർലൻഡ് എത്തിച്ചേർന്നു. അയർലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ മാർപ്പാപ്പ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരു മാർപ്പാപ്പ റിയലി അവരെ കാണാൻ വന്നത് ഇപ്പോഴും കത്തോലിക്കാ സഭയുടെ ഉറച്ച താവളമായി നിൽക്കുന്ന അയർലൻഡ്, അവിടെ മാർപ്പാപ്പ എത്തി. അവിടുന്ന് അദ്ദേഹം നേരെ വടക്കൻ ഫ്രാൻസിലേക്ക് വന്നു. ഗോളിൻ്റെ വടക്കുള്ള മേഖല വന്നു. എന്നിട്ട് ഫ്രാൻസിലവിടെയൊക്കെ വിസിറ്റ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ സദേൺ യൂറോപ്പ് മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു. നോർത്തേൺ യൂറോപ്പ് ഒഴിച്ചുള്ള, ഈസ്റ്റേൺ യൂറോപ്പും നോർത്തേൺ യൂറോപ്പ് ഒഴിച്ചുള്ള മുഴുവൻ മേഖലകളും അദ്ദേഹം വിസിറ്റ് ചെയ്ത് തിരിച്ച് അദ്ദേഹം വത്തിക്കാനിലെത്തി. ഈ മാർപ്പാപ്പ യാത്ര ചെയ്ത് ഓരോ സ്ഥലത്തു നിന്ന് വിശ്വാസികളെ കണ്ടത് വിശ്വാസികളുടെ ഇടയിൽ വലിയൊരു മാറ്റം വരുത്തി. മാർപ്പാപ്പ വിദൂരത്തിലിരിക്കുന്ന ഒരു ആളല്ല, നമ്മളിലൊരാളാണ് എന്ന ഒരു തോന്നൽ ജനത്തിനുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്ലാൻഡേഴ്സിലെ മെറ്റിൽഡ എന്ന് പറയുന്ന രാജ്ഞിക്ക് വില്യത്തിനെ വിവാഹം കഴിക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വില്യം രാജാവും മെറ്റിൽഡയും ക്ലോസ് കസിൻസാണ്, സെക്കൻഡ് കസിൻസാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസ് ആണെന്ന് വേണേൽ പറയാം. ഒരു വഴി കൂടെ മാർപ്പാപ്പ പറഞ്ഞു,
ക്ലോസ് കസിൻ മാരേജ് ഞാൻ അനുവദിക്കുകയില്ല. അത് ഈജിപ്തിലെ ഫറോ രാജാക്കന്മാരുടെ പരിപാടിയാണ്. ക്രിസ്തു മതത്തിനത് അന്യമാണ്. കേരളത്തിലെ നായന്മാർ ഫസ്റ്റ് കസിൻ മാരേജാണ്. ഇത് സഭ അംഗീകരിക്കാത്തൊരു പരിപാടിയാണ്. കേരളത്തിൽ നായന്മാരുടെ ക്രിസ്തുമതം വ്യാപിക്കാത്തതിൻ്റെ ഒരു കാരണവും ഇത് സഭ അംഗീകരിക്കില്ല എന്നുള്ളതാണെന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ഞാൻ കോൺട്രവേഴ്സിയിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല, ചരിത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റിൽഡായും വില്യവും തമ്മിലുള്ള കല്യാണം മാർപ്പാപ്പ സമ്മതിക്കാതായപ്പോൾ വലിയ ദേഷ്യം വന്നു. രാജാവിനും മറ്റവർക്കൊക്കെ വലിയ ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? എഡ്വേർഡ് എന്ന് പറയുന്ന രാജാവിനെ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ ഒരു ഭക്തനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവാണ്. അങ്ങനെ എഡ്വേർഡ് രാജാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ കല്യാണം ബ്ലോക്ക് ചെയ്തതോടുകൂടി വില്യം രാജാവും മെറ്റിൽഡയും മാർപ്പാപ്പയുടെ ശത്രുവായി. പക്ഷേ അദ്ദേഹം വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചതോടുകൂടി വളരെ വലിയൊരു മാറ്റം ഉണ്ടായത്. എഡ്വേർഡ് രാജാവ് വലിയ ഭക്തനായ ഒരു വിശ്വാസിയായി മാറി. രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഞാൻ വെസ്റ്റ് മിനിസ്റ്ററിൽ വലിയൊരു കത്തീഡ്രൽ പണിയാൻ പോവാണ്. അങ്ങനെ വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മഹാന്മാരുടെയൊക്കെ ശവകുടീരങ്ങളുള്ള വെസ്റ്റ് മിനിസ്റ്റർ ആബി ആ കത്തീഡ്രൽ പണിയാൻ തുടങ്ങി. അത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ വളരെ ഉറച്ച ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് നമ്മൾ പറയും. കാര്യം വെസ്റ്റ് മിനിസ്റ്റർ കേന്ദ്രീകൃതമായി വന്ന ഒരു ഭരണക്രമത്തിൽ നിന്നുണ്ടായ ഭരണഘടന ആയതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്ന് പറയപ്പെടുന്നത്. ആ വെസ്റ്റ് മിനിസ്റ്റർ ആബി അദ്ദേഹം പണിയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഹംഗറിയിലെ രാജാവിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, നീ വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിക്കുകയാണ്, സഭയുടെ വിശ്വാസക്രമങ്ങൾ കൃത്യമായി നീ പാലിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഹംഗറിയിലെ രാജാവിനെ കാനോനിക്കൽ കിങ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ മാർപ്പാപ്പ ഹംഗറിയിലെ രാജാവിനെ കയ്യിലെടുത്തു. ഹംഗറിയിലെ രാജാവും എഡ്വേർഡും മാർപ്പാപ്പയുടെ സൈഡായി, വില്യവും മെറ്റിൽഡയും മറു സൈഡും. ഈ സമയത്താണ് ചരിത്രത്തിലെ മറ്റൊരു പ്രസിദ്ധമായ സംഭവം ഉണ്ടായത്. സ്കോട്ട്ലൻഡ് രാജാവായ മാക്ബത്ത് അദ്ദേഹം റോമിൽ വന്ന് മാർപ്പാപ്പയെ കണ്ടു. ഈ മാക്ബത്തിൻ്റെ ചരിത്രം വളരെ തെറ്റായിട്ടാണ് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. കാര്യം ഷേക്സ്പിയറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ 4 ട്രാജഡീസ് ഉണ്ട്. ഹാംലെറ്റ്, മാക്ബത്ത്, ഒഥല്ലോ ആൻഡ് കിങ് ലിയർ. ഇതാണ് ഷേക്സ്പിയറിൻ്റെ 37 നാടകങ്ങളിലെ ഏറ്റവും പ്രസിദ്ധങ്ങളായ 4 ട്രാജഡീസ്. അതിലൊന്നാണ് ഈ മാക്ബത്ത് എന്ന് പറയുന്ന നാടകം. ഈ മാക്ബത്തിലെ രാജാവ് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ഒരാളായിരുന്നു, ആരെയും കൊല്ലാൻ തയ്യാറായ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഷേക്സ്പിയർ ഈ മാക്ബത്തിനെ ആക്ഷേപിക്കാവുന്നതിൽ കൂടുതൽ ആക്ഷേപിച്ചു. ഷേക്സ്പിയർ പറയുന്നത് ശുദ്ധ കള്ളമാണ്. മാക്ബത്ത് വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയായിരുന്നു, വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ വിശുദ്ധയായൊരു സ്ത്രീയായിരുന്നു, ലേഡി മാക്ബത്ത്. അപ്പോൾ ലേഡി മാക്ബത്ത് പിച്ചാത്തി കൊണ്ടുപോയി കൊടുത്ത് കൊലപാതകം ചെയ്യിച്ചു. ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ കനോട്ട് ക്ലെൻസ് ഹെർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞു ഷേക്സ്പിയർ ഇല്ലാത്ത കള്ളമൊക്കെ പറഞ്ഞുണ്ടായി കളഞ്ഞു. കാരണം ഷേക്സ്പിയർ ഈ നാടകം എഴുതുന്ന കാലത്ത് സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. എലിസബത്ത് രാജ്ഞി സ്കോട്ട്ലൻഡ് ഭരിച്ചുകൊണ്ടിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ കസിൻ സിസ്റ്ററായിരുന്നു മേരി ക്വീൻ ഓഫ് സ്കോട്ട്സ്. ആ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിന് അഗൻസ്റ്റായിട്ട് യുദ്ധം നയിച്ച് അങ്ങനെ സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി അവസാനം ലേഡി ക്വീൻ ഓഫ് സ്കോട്ട്സ് രക്ഷപ്പെട്ട് എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. പക്ഷേ എലിസബത്ത് രാജ്ഞിക്കെതിരെ ഈ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സ് എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് കള്ള റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു എലിസബത്ത് രാജ്ഞിക്ക്. അങ്ങനെ എലിസബത്ത് രാജ്ഞി മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിനെ വധിച്ചു, കൊന്നു. ഈ സമയത്താണ് ഈ ഷേക്സ്പിയർ ഈ മാക്ബത്ത് എഴുതുന്നത്. അപ്പോൾ മാക്ബത്തിനെയും സ്കോട്ട്ലൻഡിനെയും ആക്ഷേപിച്ചിട്ട് ഷേക്സ്പിയറിന് എഴുതാൻ പറ്റും, ഇല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞി പിണങ്ങും. എലിസബത്തിന് ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജ്ഞിക്കെതിരെ എഴുതാനോ പൊഴിക്കാനൊന്നും പറ്റിയല്ല. അതുകൊണ്ട് ഷേക്സ്പിയർ പച്ചക്കള്ള എഴുതുകയാണ്. പക്ഷേ മേരി സ്കോട്ട്സിനെ കൊന്ന് ഒരു 14 വർഷം കഴിഞ്ഞപ്പം എലിസബത്ത് രാജ്ഞി അവിവാഹിതയായി മക്കളില്ലാതെ മരിക്കുകയാണ് 1603.
രാജ്ഞിയോട് ചോദിച്ചു, ആരെയാണ് അടുത്ത രാജാവാക്കേണ്ടത്? അപ്പോൾ രാജ്ഞി പറഞ്ഞു, ആ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിലെ എൻ്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ടവൾ, എൻ്റെ കസിൻ സിസ്റ്റർ, അവളുടെ മകനെ പിടിച്ച് അടുത്ത രാജാവാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജവംശം വന്നത്, സ്റ്റുവർട്ട് രാജവംശം. എലിസബത്ത് രാജ്ഞിയുടെ രാജവംശം ട്യൂഡർ രാജവംശമാണ്. ട്യൂഡർ രാജവംശം പോയി സ്റ്റുവർട്ട് രാജവംശം വന്നു. ഈ സ്റ്റുവർട്ട് രാജവംശം എന്ന് പറയുന്നത് ഈ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സിൻ്റെ, സ്കോട്ട്ലൻഡിലെ രാജ്ഞിയുടെ മകനാണ്. ആ ചക്കമ്മ 4 പേരായിരുന്നു. ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2, 4 പേരാണ്. ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ ദി ഫേമസ് റവല്യൂഷൻ. അപ്പോൾ ഈ പറയുന്ന കാലത്ത് മാക്ബത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച ഷേക്സ്പിയറിന് പറ്റൂ. അതുകൊണ്ടാണ് മാക്ബത്ത് വായിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച എന്നെപ്പോലുള്ളവരൊക്കെ ചെറുപ്പകാലത്ത് മുഴുവൻ ധരിച്ചു വെച്ചിരുന്ന ഈ മാക്ബത്തും ലേഡി മാക്ബത്തും മഹാകുഴപ്പക്കാരാണെന്നാണ്. അങ്ങനെയല്ല. മാക്ബത്ത് വളരെ നല്ലൊരു രാജാവായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഈ മാക്ബത്ത് മാർപ്പാപ്പയെ കണ്ട് മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വത്തിക്കാനിൽ വന്നു. സെയിൻറ്റ് ലിയോ മാർപ്പാപ്പ മാക്ബത്തിനെ അനുഗ്രഹിച്ചു. മാക്ബത്തിൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് മാക്ബത്തിനെ മടക്കി അയച്ചു. ഇത് 1053 സംഭവിക്കുന്നതാണ്. അങ്ങനെ പാവോദനം കൊടുത്ത് മാക്ബത്തിനെ മടക്കി അയച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ സമയത്താണ് മൈക്കൽ സെറുലേറിയസ് 1043 കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രീസായത്. ഇദ്ദേഹത്തിന് പണ്ട് 9-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഫോർട്ടിയസിൻ്റെ എതിർപ്പുണ്ടല്ലോ, അന്ന് അതിനെ ഒരു വിധത്തിൽ കൈകാര്യം ചെയ്താണ് 2 സുനോദോസുകൾക്ക് ശേഷം. ആ ഫോർട്ടിയസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറുലേറിയസ് തിരിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കത്തോലിക്ക സഭ ഷീസ്മാറ്റിക്കാണ്, യേശുക്രിസ്തു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ലത്തീൻ ബിഷപ്പന്മാരെയും മാർപ്പാപ്പയും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. സെറുലേറിയസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെറുലേറിയസിനെ നടപടിയെടുക്കാൻ വേണ്ടി മാർപ്പാപ്പ ശ്രമിച്ചു. അപ്പോൾ സെറുലേറിയസ് പോയി ചക്രവർത്തിയെ കണ്ടു, ഈസ്റ്റേൺ റോമൻ എംപയർ. ആ ചക്രവർത്തി കത്തോലിക്ക സഭയുടെ എല്ലാ പള്ളികളും പൂട്ടാൻ പറഞ്ഞു. അങ്ങനെ തുർക്കി പ്രദേശത്തുള്ള ബൈസാൻഡിയൻ രാജ്യത്തുള്ള കത്തോലിക്ക ദേവാലയങ്ങൾ പൂട്ടി. അങ്ങനെ പൂട്ടിക്കഴിഞ്ഞപ്പം മാർപ്പാപ്പ 2 കാർഡിനൽസിനെ അങ്ങോട്ട് അയച്ചു. ഒന്ന് ഹുംബർട്ട്, HUMBERT, മറ്റേത് ഫെഡറിക്. അവർ രണ്ടും കമ്മീഷണേഴ്സായി കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി നടപടിക്രമങ്ങൾ തുടങ്ങി. ഈ സമയത്ത് ഈസ്റ്റേൺ റോമൻ എംപയറുള്ള മുഴുവൻ സഭകളും പൂട്ടിക്കഴിഞ്ഞപ്പം മാർപ്പാപ്പയ്ക്ക് വലിയ ദുഃഖമായി. അങ്ങനെ മാർപ്പാപ്പ പെട്ടെന്ന് ശരീരത്തിന് അസുഖം വരികയും 1054 ഏപ്രിൽ 19 മരിക്കുകയും ചെയ്തു. അതായത് ഈ 1054 സ്പ്ലിറ്റ് ഈ മാർപ്പാപ്പ കണ്ടിട്ടില്ല. മാർപ്പാപ്പ അയച്ച കമ്മീഷണേഴ്സ് അവിടെ ചെന്ന് അതിന് ശേഷമാണ് ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്, ഗ്രേറ്റ് ഷിസ ഉണ്ടാകുന്നത്. അത് നമ്മൾ അടുത്ത മാർപ്പാപ്പയുടെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതുണ്ടാവാൻ പോകുന്നെന്ന് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി. അത് അദ്ദേഹത്തെ ദുഃഖിതനാക്കുകയും തത്ഫലമായി അദ്ദേഹം മരിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രസിദ്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ പാത്രീസ്മാരാരൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലുത് കോപ്റ്റിക് പാത്രീസാണ്. അന്ന് സെയിൻറ്റ് ക്രിസ്റ്റോലോളസ് 24 ഡിസംബർ 1046 തൊട്ട് 1077 വരെ 31 കൊല്ലം അദ്ദേഹം കോപ്റ്റിക് പാത്രീസായിരുന്നു. കോപ്റ്റിക് സഭ അവരുടെ പാത്രീസിനെ വിളിക്കുന്നത് പോപ്പ് എന്നാണ്. വത്തിക്കാനിലെ പോപ്പ് കഴിഞ്ഞാൽ രണ്ടാമത് പോപ്പ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് ഈ അലക്സാണ്ട്രിയയിലെ കോപ്റ്റിക് പാത്രീസാണ്. അത് 31 വർഷം അവിടെ ഭരിച്ചിരുന്ന ക്രിസ്തോഡുളസ് ആയിരുന്നു. അദ്ദേഹം എന്തെന്നറിയാമോ? അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തീരുമാനമെടുത്തെന്ന് വെച്ചാൽ ഈ അലക്സാണ്ട്രിയയിൽ 2 പാത്രീസ് ഇരിക്കുകയാണ്. ഒന്ന് ഗ്രീക്ക് സഭയുടെ ഒരു പാത്രീസുണ്ട്, പിന്നെ കോപ്റ്റിക് സഭയുടെ ഒരു പാത്രീസുണ്ട്. അത് വേണ്ട, 2 പാത്രീസും ഒരു പട്ടണത്തിൽ വേണ്ട. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അലക്സാണ്ട്രിയയിൽ നിന്ന് ഞാൻ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലോട്ട് മാറ്റുകയാണ്. 1046 അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സ് മാറ്റി.
46-47 കാലഘട്ടത്തിൽ. അപ്പോൾ മുസ്ലിങ്ങൾ ഈജിപ്തിൽ വന്നപ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. മെംഫിസിൽ അവരാദ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ബാഗ്ദാദിലെ യൂണിവേഴ്സിറ്റി പോലെ ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഒരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കഹീറോ, KAHIRO. ഈ കഹീറോ പറഞ്ഞ് കെയ്റോ എന്നായിപ്പോയി. പക്ഷേ ഒരു 100 വർഷം യൂണിവേഴ്സിറ്റി ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പം മുസ്ലിങ്ങൾ തീരുമാനിച്ചു തലസ്ഥാനം മെംഫിസിൽ നിന്ന് നമുക്ക് കെയ്റോയിലോട്ട് കൊണ്ടുവരാം. അങ്ങനെയാണ് കഴിഞ്ഞ 1300 വർഷമായി കെയ്റോ ഈജിപ്തിൻ്റെ തലസ്ഥാനമായത്. അപ്പോൾ റോമിലെ ചക്രവർത്തിയുടെ സ്ഥലത്ത് റോമൻ പാത്രികീസ്, ബൈസാൻറ്റിനിലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തി ഇരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ പാത്രികീസ്, പിന്നെ അന്റിയോക്ക്, ജെറുസലേമിൽ സ്ഥാനീയ പാത്രികീസായിരുന്നു. ഇങ്ങനെയാണ് 5 പാത്രികീസായിരുന്നു. ഇദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേന് 6 പാത്രികീസ്മാരായി. അതായത് റോമിലെ പാത്രികീസായ മാർപ്പാപ്പ, കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസായ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനത്തുള്ള പാത്രികീസ്, അന്ത്യോക്യയിലെ പാത്രികീസ്, ജെറുസലേമിലെ സ്ഥാനീയ പാത്രികീസ്, അലക്സാണ്ട്രിയയിലെ പാത്രികീസ്, ഗ്രീക്ക് പാത്രികീസ്. ഇതാ കെയ്റോയിലേക്ക് കോപ്റ്റിക് പാത്രികീസ് മാറി. അങ്ങനെ ചരിത്രപ്രസിദ്ധമായൊരു മാറ്റമാണ് 1947 ഉണ്ടായത്. രണ്ടാമത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന മൈക്കേൽ സെറുലാറിയസ്. 1943 അദ്ദേഹം പാത്രികീസായി വന്നു. 1959 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പാത്രികീസ് 11 വർഷമാകുമ്പോഴാണ് സഭയെ നെടുക പിളർത്തിയ ദ ഗ്രേറ്റ് ഷിസം ഉണ്ടായത്. അന്ത്യോക്യയിൽ ജോൺ 9 ബാർ അബ്ദുൻ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ പാത്രികീസാണ് 1942 മുതൽ 1957 വരെ. ഈ സമയത്ത് ജെറുസലേമിലെ പാത്രികീസ് തിയോഡോഷ്യസ് 6 1934 മുതൽ 1954 വരെ. ഗ്രീക്ക് അലക്സാണ്ട്രിയയിലെ പാത്രികീസ് ജോർജ് 1 1921 മുതൽ 1951 വരെ 30 വർഷം തുടർച്ചയായി പാത്രികീസായിരുന്നു. അതിനുശേഷം ആണ് ലിയോണ്ടസ് പാത്രികീസ് 1952 മുതൽ 1959 വരെ വന്നത്. ഈ സമയത്ത് ഈസ്റ്റേൺ റോമൻ എംപയറിലെ പ്രസിദ്ധനായ ചക്രവർത്തി ആയിരുന്നു കോൺസ്റ്റന്റൈൻ 9. അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു പേര് പറയും, മൊണോമാക്കസ് എന്ന് വിളിക്കുന്ന പ്രസിദ്ധനായ ചക്രവർത്തിയാണ്. 1942 ഭരണത്തിൽ വന്ന് 1056 വരെ ഭരണത്തിലായിരുന്നു. ഈ ചക്രവർത്തി മാർപ്പാപ്പയുടെ സുഹൃത്തായിരുന്നു. പക്ഷേ സുഹൃത്തായിട്ട് പോലും കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസായിരുന്ന സെറുലേറിയസിൻ്റെ വെട്ടിൽ അദ്ദേഹം വീണുപോയി. അങ്ങനെ ഇദ്ദേഹം കത്തോലിക്കാ സഭയുടെ പള്ളികൾ പൂട്ടി. അതാണ് അവസാനം ഒരു ഷിസത്തിലേക്ക് പോയത്, സഭാ വിഭജനത്തിലേക്ക് പോയത്. ഇനി ഈ മാർപ്പാപ്പയുടെ കാലത്തുള്ള പ്രസിദ്ധമായ ചരിത്ര സംഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.